റെസിസ്റ്റൻസ് തന്നെ അത് അടുത്ത പ്രോപ്പർട്ടീസ് വെച്ചിട്ട് നമ്മൾ പഠിക്കുകയാണ്. ഓക്കെ, നമുക്കറിയാം R is equal to rho into L by A അല്ലെ. R is equal to rho into L by A. ഓക്കെ, അത് വെച്ചിട്ടുള്ള പ്രോബ്ലം ആണ്. If the resistance of the wire is doubled and radius is halved, then the resistivity remains constant and resistance becomes 8 times. എന്ന് പറഞ്ഞാൽ നമുക്കൊരു വയർ ഉണ്ട്. ആ വയറിന്റെ ലെങ്ത് എന്ത് ചെയ്തു? ഡബിൾ ചെയ്തു. ഇപ്പോ ലെങ്ത് ഓഫ് ദ വയർ എന്ന് പറയുന്നത് L ആയിരുന്നു. ഓക്കെ, അതിന് നമ്മൾ ഡബിൾ ചെയ്തെന്ന് പറഞ്ഞാൽ എന്തായി? എങ്ങോട്ട് മാറ്റി? 2L മാറ്റി. അപ്പൊ പുതിയ ലെങ്ത് എന്താണ്? 2L ആണ്. ഓക്കെ, പിന്നെന്താണ്? റേഡിയസ് വയറാണ് അല്ലെ. വയറിന്റെ റേഡിയസ് എന്താ ചെയ്തിരിക്കുന്നത്? പുതിയ റേഡിയസ് എന്താ? ഹാഫ്ഡ്. അപ്പൊ R/2 ആയിട്ട് മാറി. അങ്ങനെയാണെങ്കിൽ അതിന്റെ റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും? കോൺസ്റ്റന്റ് തന്നെയായിരിക്കും. അപ്പോൾ പുതിയ വയർ ഉണ്ടാക്കുവാണ്, അതായത് ലെങ്ത് 2L ആക്കി, റേഡിയസ് അതിന്റെ പകുതിയാക്കി. അങ്ങനെയാകുമ്പോൾ അതിന്റെ റെസിസ്റ്റിവിറ്റി എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആണ്. കാരണം എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സെയിം മെറ്റീരിയൽ തന്നെയാണ്. അതായത് അതേ റെസിസ്റ്ററിനെ തന്നെയാണ്, അതേ വയറിനെ തന്നെയാണ് നമ്മൾ ഇങ്ങനെ മാറ്റിയിരിക്കുന്നത്. അങ്ങനെയാകുമ്പോൾ റെസിസ്റ്റിവിറ്റി എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, ഇനി അടുത്തെന്താണ്? റെസിസ്റ്റൻസ് ബിക്കംസ് 8 ടൈംസ്. അപ്പൊ പുതിയ റെസിസ്റ്റൻസ് എന്താവും? 8 ടൈംസ് ആവും എന്ന് പറഞ്ഞിരിക്കുന്നത്. അതെങ്ങനെയാ നോക്കുക. R is equal to നമുക്കറിയാം rho into L by A ആണ് അല്ലെ. അപ്പൊ പുതിയ റെസിസ്റ്റൻസ് അല്ലെ. അപ്പൊ പുതിയ റെസിസ്റ്റൻസ് ആവുമ്പോ L എന്തായിട്ട് മാറി? L ഡാഷ് എന്തായിട്ട് മാറി? നമുക്ക് 2L ആയിട്ട് മാറി. ഓക്കെ, അപ്പൊ റേഡിയസ് R ഡാഷ് എന്തായിട്ട് മാറി? R/2 ആയിട്ട് മാറി. ഓക്കെ, അങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പൊ പുതിയ റെസിസ്റ്റൻസ് R ഡാഷ് ഇസ് ഈക്വൽ ടു റോ, സെയിം മെറ്റീരിയൽ തന്നെ ആണ്. അപ്പൊ ലെങ്ത് എന്തായിട്ട് മാറി? L ഡാഷ് ആയിട്ട് മാറി. ഏരിയ എന്തായി മാറി? പുതിയതാ. ഏരിയയുടെ ഇക്വേഷൻ എന്താണ്? വയറിന്റെ πr² ആണ് അല്ലെ. അപ്പൊ നമുക്ക് ഏരിയ ഇത് πr² ആണ്. അങ്ങനെയാണെങ്കിൽ ഇതെന്തായിട്ട് മാറും? A ഡാഷ്, പുതിയ ഏരിയ ആണ് അല്ലെ. അപ്പൊ ഇത് A ഡാഷ് ആയിട്ട് നമ്മൾ എഴുതുന്നത്. A ഡാഷ് ഇസ് ഈക്വൽ ടു നമുക്ക് കിട്ടും πr' സ്ക്വയർ ആയിട്ട് മാറും. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു R ഡാഷ് ഇസ് ഈക്വൽ ടു റോ ഇൻറ്റു L ഡാഷ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 2L ഡിവൈഡ് ബൈ ഏരിയ എന്തായിട്ട് മാറും? പൈ അല്ലെ. R ഡാഷ് എന്ന് പറയുന്നത് R/2 ആണ്. അപ്പൊ R/2 ഹോൾ സ്ക്വയർ ആയിട്ട് മാറും. അപ്പൊ ഇത് നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും റോ ഇൻറ്റു 2L ഡിവൈഡ് ബൈ പൈ ഇൻറ്റു R² ബൈ 2² എന്ന് പറഞ്ഞാൽ 4. അപ്പൊ ഈ 4 മേലേക്ക് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് കിട്ടും റോ ഇൻറ്റു 2 ഇൻറ്റു 4 ഇസ് ഈക്വൽ ടു 8L ബൈ πr² അല്ലെ. അതാണ് നമ്മൾ പുതിയ R ഡാഷ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു 8 റോ L ബൈ πr². ഓക്കെ, ഈ റോ L ബൈ πr² ദാറ്റ് ഈസ് ഈക്വൽ ടു റോ L ഡിവൈഡ് ബൈ ഏരിയ എന്ന് പറഞ്ഞാൽ πr². അതാണ് R ഡാഷ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് പുതിയ R ഡാഷ് പുതിയ R ഡാഷ് ഇസ് ഈക്വൽ ടു നമുക്ക് കിട്ടും 8 ഇൻറ്റു റോ L ഡിവൈഡ് ബൈ πr² എന്ന് പറയുന്നത് R ആണ്. അപ്പൊ R എന്തായി മാറി? R നമ്മൾ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അങ്ങനെയാകുമ്പോൾ റെസിസ്റ്റൻസ് എന്തായിട്ട് മാറി? 8 ടൈംസ് ഇൻക്രീസ് ചെയ്തു. അപ്പൊ ഇങ്ങനത്തെ പ്രോബ്ലംസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ കിട്ടും. ഇനി നമ്മൾ പഠിക്കുന്നത് കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റേഴ്സ് ആണ്. അപ്പോൾ ആദ്യം എന്താണ്? റെസിസ്റ്റേഴ്സ് ഇൻ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുക. അപ്പൊ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുക എന്നാൽ എന്താണ്? ഒരു റെസിസ്റ്റർ കഴിഞ്ഞിട്ട് രണ്ടാമത്, അത് കഴിഞ്ഞിട്ട് മൂന്നാമത്. അങ്ങനെയാകുമ്പോൾ അതിന്റെ ഈക്വലന്റ് റെസിസ്റ്റൻസ് നമ്മൾ കണ്ടുപിടിക്കണം, ടോട്ടൽ റെസിസ്റ്റൻസ്. അപ്പൊ ഇതാണ് എയും ഇതാണ് എന്താ പറയുന്നത് ബി. അപ്പൊ എയും ബിയും ഇടയിലുള്ള റെസിസ്റ്റൻസ് ആണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു RAB ഇസ് ഈക്വൽ ടു എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ R1 പ്ലസ് R2 പ്ലസ് R3. അത് നിങ്ങൾ ഓർത്ത് നോക്കുക. എന്താണ്? റെസിസ്റ്റൻസ് സീരീസ് ആണെങ്കിൽ എന്ത് ചെയ്യുക? അത് 3 റെസിസ്റ്റൻസ് തമ്മിൽ ആഡ് ചെയ്യുക. ഓക്കെ, അപ്പൊ അതാണ് നമ്മള് റെസിസ്റ്റൻസ് ഇൻ സീരീസ്. അപ്പൊ ടോട്ടൽ റെസിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു R1 പ്ലസ് R2 പ്ലസ് R3. ഓക്കെ, ഇനി കുറെ റെസിസ്റ്റൻസ് സെയിം വാല്യൂ ഉള്ള കുറെ റെസിസ്റ്റൻസ് കണക്ട് ചെയ്യാം. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് R ഇത് മൂന്നിന്റെയും വാല്യൂ എത്രയാണ്? 6 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഈക്വലന്റ് റെസിസ്റ്റൻസ് എന്തായിരിക്കും? R ഈക്വലന്റ് ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? R പ്ലസ് R. ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? 3R എന്ന് പറഞ്ഞാൽ സെയിം വാല്യൂ ആണെങ്കിൽ ഇവിടെ 3 ഉള്ളത് 3 റെസിസ്റ്റർ കൊണ്ട് നമ്മള് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ 3R ആണ് കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ R വാല്യൂ ഉള്ള ഇങ്ങനെ കുറെ റെസിസ്റ്റേഴ്സ് ഉണ്ട്. R ഇതൊക്കെ എന്താണ്? R ആണ്. അങ്ങനെ N റെസിസ്റ്റേഴ്സ് സീരീസ് ആണ് കണക്ട് ചെയ്ത് N റെസിസ്റ്റേഴ്സ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ N
resistors with resistance are connected in series. Okay. അങ്ങനെ resistance ഉള്ള n റെസിസ്റ്റേഴ്സ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ടോട്ടൽ റെസിസ്റ്റൻസ് R ഈക്വലന്റ് ഇസ് ഈക്വൽ ടു എന്തായിരിക്കും n into R എന്ന് പറഞ്ഞ എണ്ണം കൊണ്ട് നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യാം. അതായത് നമ്മൾ 10 എണ്ണം 5 ഓം റെസിസ്റ്റേഴ്സിൽ കണക്ട് ചെയ്തു. അങ്ങനെയാണെങ്കിൽ അതിന്റെ ടോട്ടൽ റെസിസ്റ്റൻസ് എന്തായിരിക്കും R ഈക്വലന്റ് ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും 10 into 5 ദാറ്റ് ഇസ് ഈക്വൽ ടു 50 ഓം ആയിരിക്കും കേട്ടോ. അങ്ങനെയാണ് റെസിസ്റ്റേഴ്സ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്നത്. അപ്പൊ റെസിസ്റ്റർ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത് പറഞ്ഞാൽ ഇപ്പൊ ഇതിനകത്തൂടെ I എന്നുള്ള കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ടെങ്കിൽ അതേ കറണ്ട് തന്നെയാണ് ഇതിനകത്ത് ഫ്ലോ ചെയ്യുന്നത്, അതേ കറണ്ട് തന്നെയാണ് ഇതിനകത്ത് ഫ്ലോ ചെയ്യുന്നത്. അപ്പൊ സീരീസ് റെസിസ്റ്ററിനകത്തുള്ള കറണ്ട് എന്തായിരിക്കും സെയിം ആയിരിക്കും. ഓക്കെ. ഇനി നമുക്ക് വോൾട്ടേജ് ആണെങ്കിൽ എന്തായിരിക്കും വോൾട്ടേജ് ഡിഫറൻസ്. അപ്പൊ അത് ഓർത്ത് നോക്കുക. റെസിസ്റ്റർ സീരീസ് ആണെങ്കിൽ അതിനകത്തൂടെയുള്ള കറണ്ട് എന്തായിരിക്കും എല്ലാ റെസിസ്റ്റേഴ്സിനകത്തൂടെയും കറണ്ട് സെയിം ആയിരിക്കും, പക്ഷെ വോൾട്ടേജ് എന്തായിരിക്കും ഡിഫറന്റ് ആയിരിക്കും കേട്ടോ. അപ്പൊ റെസിസ്റ്റൻസ് സീരീസ് ആണെങ്കിൽ ഇങ്ങനെയാണ് എല്ലാം കൂടെ ആഡ് ചെയ്യാം. പിന്നെ എന്താ n വിത്ത് റെസിസ്റ്റൻസ് R കണക്റ്റഡ് ഇൻ സീരീസ് ആണെങ്കിൽ R ഈക്വൽ ടു n into R അതിന്റെ എണ്ണം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇനി അടുത്തതാണ് റെസിസ്റ്റേഴ്സ് കണക്റ്റഡ് ഇൻ പാരലൽ. പാരലായിട്ട് കണക്ട് ചെയ്യുന്നതായിരിക്കും ഒരു റെസിസ്റ്റർ അതിന് പാരലായിട്ട് വേറെ റെസിസ്റ്റർ എന്ന് പറഞ്ഞാൽ ഈ റെസിസ്റ്ററിന്റെ രണ്ട് എൻഡുകളും കൂട്ടുമുട്ടും. ഇതും കൂട്ടുമുട്ടുന്നു, ഇതും കൂട്ടുമുട്ടും. ഇവിടെ റെസിസ്റ്റർ 3 റെസിസ്റ്റേഴ്സ് എന്താണ് പാരലായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നുണ്ട്. ഓക്കെ. അങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് 1/R R ഈക്വലന്റ് ഇസ് ഈക്വൽ ടു 1/R1 പ്ലസ് 1/R2 പ്ലസ് 1/R3 എന്നാണ് കേട്ടോ. നമുക്ക് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് 1/R ഈക്വലന്റ് ആണ്. അപ്പൊ R ഈക്വലന്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ കിട്ടുന്ന റിസൾട്ടിനെ നമ്മൾ എന്ത് ചെയ്യണം തിരിച്ചെഴുതണം. ഓക്കെ. ഇനി 2 റെസിസ്റ്റേഴ്സ് ആണെങ്കിൽ ഓക്കെ 2 റെസിസ്റ്റേഴ്സ് R1 R2 പാരലായിട്ട് കണക്ട് ചെയ്തു. ഓക്കെ. R1 R2 പാരലായിട്ട് കണക്ട് ചെയ്തു. അങ്ങനെയാണെങ്കിൽ അതിന്റെ റെസിസ്റ്റൻസിന്റെ വാല്യൂ R ഇസ് ഈക്വൽ ടു 2 റെസിസ്റ്റൻസ് മാത്രമാണ് R ഇസ് ഈക്വൽ ടു R1 R2 ഡിവൈഡ് ബൈ R1 പ്ലസ് R2. ഓക്കെ. R1 R2 ഡിവൈഡ് ബൈ R1 പ്ലസ് R2. ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞ് കിട്ടുന്നത് തന്നെയാണ് അത്. എങ്ങനെയാണെന്ന് പറഞ്ഞാൽ 1/R ഈക്വലന്റ് ഇസ് ഈക്വൽ ടു എന്താണ് 1/R1 പ്ലസ് 1/R2. ഇവിടെ നമ്മൾ LCM എടുത്തു. എന്താണ് R1 R2 ഇത് രണ്ടും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം, പിന്നെ ക്രോസ് ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് കിട്ടും R2 പ്ലസ് R1. അപ്പൊ ഇതിന് നമുക്ക് R1 പ്ലസ് R2 ഡിവൈഡ് ബൈ R1 R2 എന്ന് എഴുതുന്നുണ്ട്. ഇതെന്താ നമുക്ക് കിട്ടിയിരിക്കുന്നത് 1/R ഈക്വലന്റ് ആണ്. അപ്പൊ R ഈക്വലന്റ് ഇസ് ഈക്വൽ ടു നമുക്ക് കിട്ടും R1 R2 ഡിവൈഡ് ബൈ R1 പ്ലസ് R2. ഓക്കെ. 2 റെസിസ്റ്റേഴ്സ് പാരലായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് ഇത്. ഓക്കെ. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് ചെയ്യും n റെസിസ്റ്റേഴ്സ് കണക്ട് ചെയ്തു അല്ലെ. ഇപ്പൊ ഇതെങ്ങനെ കുറെ എന്താണ് ഇതിന്റെയൊക്കെ വാല്യൂ R ആണ്. ഓക്കെ. ഇതിന്റെയൊക്കെ വാല്യൂ എന്താണ് R ആണ്. അങ്ങനെ കുറെ റെസിസ്റ്റൻസ് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. n റെസിസ്റ്റേഴ്സ് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോ n റെസിസ്റ്റേഴ്സ് വിത്ത് റെസിസ്റ്റൻസ് ആർ കണക്റ്റഡ് ഇൻ പാരലൽ. അപ്പൊ n റെസിസ്റ്റേഴ്സ് വിത്ത് റെസിസ്റ്റൻസ് ആർ കണക്റ്റഡ് ഇൻ പാരലൽ ദെൻ R ഈക്വലന്റ് ഇസ് ഈക്വൽ ടു എന്താണ് R റെസിസ്റ്റൻസ് വാല്യൂ ഡിവൈഡ് ബൈ n ആണ് കേട്ടോ. n നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ. അപ്പോ അത് 10 ഓമുള്ള എന്താണ് 5 റെസിസ്റ്റേഴ്സ് കേട്ടോ. എണ്ണ എത്രയാണ് 5 എണ്ണാണ് 10 ഓമുള്ള. അങ്ങനെയാണെങ്കിൽ പാരലായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ R ഈക്വലന്റ് ഇസ് ഈക്വൽ ടു നമുക്ക് കിട്ടും 10/5 ഇസ് ഈക്വൽ ടു എന്താണ് 2 ഓം. ഇത് നിങ്ങൾ ഓർത്ത് നോക്കുക. പാരലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ n റെസിസ്റ്റേഴ്സ് വിത്ത് റെസിസ്റ്റൻസ് R കണക്റ്റഡ് ഇൻ പാരലൽ ആണെങ്കിൽ അതിന്റെ R റെസിസ്റ്റൻസ് വാല്യൂ ഡിവൈഡ് ബൈ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ. ഇതും ഓർത്ത് നോക്കുക. R1 R2 ഡിവൈഡ് ബൈ R1 പ്ലസ് R2. ഓക്കെ. 2 റെസിസ്റ്റേഴ്സ് 10 ഓമും പിന്നെ എന്താണ് 5 ഓമും പാരലായിട്ട് കണക്ട് ചെയ്തു. അങ്ങനെയാണെങ്കിൽ അതിന്റെ ടോട്ടൽ റെസിസ്റ്റൻസ് എന്തായിരിക്കും R1 R2 10 into 5 ഡിവൈഡ് ബൈ 10 പ്ലസ് 5 ദാറ്റ് ഈസ് ഈക്വൽ ടു 50/15. ഓക്കെ. ഓക്കെ. ഇനി അടുത്തത് നമ്മൾ ഇതും 10 ഓമാണ് ഇതും 10 ഓമാണ്. ഈ 10 ഓമും 10 ഓമും പാരലായിട്ട് കണക്ട് ചെയ്ത് ഒരേ വാല്യൂ ഉള്ളത്. അങ്ങനെയാണ് അതിന്റെ റെസിസ്റ്റൻസ് എന്തായിരിക്കും 10 into 10 ദാറ്റ് ഈസ് ഈക്വൽ ടു 100 ഡിവൈഡ് ബൈ 10 പ്ലസ് 10 എത്രയാണ് 20. അപ്പൊ 100/20 ഈസ് ഈക്വൽ ടു എന്താണ് 5.
ഓക്കെ, അത് അപ്പോ രണ്ട് റെസിസ്റ്റൻസ് ഒരേ വാല്യൂ ആണെങ്കിൽ അതിന്റെ പകുതിയായിരിക്കും ആ ഈക്വൽ റെസിസ്റ്റൻസിന്റെ വാല്യൂ. 10 ഓം 10 ഓം പാരലായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഈക്വൽ റെസിസ്റ്റൻസ് എത്രയാണ്? 10/2 ദാറ്റ് ഈസ് ഈക്വൽ ടു 5. ഒരു ക്വസ്റ്റ്യൻ ആണ്, ഇഫ് ടു റെസിസ്റ്റർ ആർ കണക്ടഡ് ഇൻ സീരീസ് ഇറ്റ്സ് ഈക്വൽ റെസിസ്റ്റൻസ് ഈസ് 9 ഓം ആൻഡ് 2 ഓം വെൻ കണക്ടഡ് ഇൻ പാരലൽ ദ വാല്യൂ ഓഫ് റെസിസ്റ്റേഴ്സ് ആർ എന്ന് പറഞ്ഞാൽ രണ്ട് റെസിസ്റ്റേഴ്സ് ഉണ്ട്. അത് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തപ്പോ അതിന്റെ ഈക്വൽ റെസിസ്റ്റൻസ് 9 ഓമും പിന്നെ എന്താണ് 2 ഓം വെൻ കണക്ടഡ് ഇൻ പാരലൽ. പാരലായിട്ട് കണക്ട് ചെയ്തിരിക്കുമ്പോൾ 2 ഓം ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ആ റെസിസ്റ്റേഴ്സിന്റെ വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. അതെന്താണ്? ഓപ്ഷൻ എ തന്നിരിക്കുന്നത് 4.5 ഓം ആൻഡ് 4.5 ഓം, ബി 7 ഓം ആൻഡ് 2 ഓം, സി 4 ഓം ആൻഡ് 5 ഓം, ഡി 3 ഓം ആൻഡ് 6 ഓം. ഓക്കെ, ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന വാല്യൂസ്. ഓക്കെ, ഇതിൽ നിന്ന് നമുക്ക് ചൂസ് ചെയ്യണം. ഇവിടെ എന്താണ്? രണ്ടും സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് റെസിസ്റ്റേഴ്സ് ആണ്. അപ്പൊ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ ടോട്ടൽ റെസിസ്റ്റൻസ് എന്തായിരിക്കും? R1 പ്ലസ് R2 ഇസിക്വൽ എത്ര തന്നിരിക്കുന്നത്? 9 ഓം. ഇനി അതേ റെസിസ്റ്റേഴ്സ് തന്നെ പാരലായിട്ട് കണക്ട് ചെയ്തപ്പോ അതിന്റെ വാല്യൂ എത്രയാണ്? 2 ഓം ആണ്. പാരലായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ R1 R2 ഡിവൈഡ് ബൈ R1 പ്ലസ് R2 ഇസിക്വൽ എന്ത് കിട്ടി? 2 ഓം കിട്ടി. ഓക്കെ, അപ്പൊ ഇതിൽ നിന്നുള്ള ഓപ്ഷൻ നമ്മൾ നോക്കുക. രണ്ട് റെസിസ്റ്റൻസ് സീരീസ് ആകുമ്പോൾ എന്താണ്? 9 ഓം കിട്ടണം. അങ്ങനെയാണ് രണ്ട് റെസിസ്റ്റേഴ്സ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പൊ അത് രണ്ടും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 9 ഓം കിട്ടുന്നുണ്ടോ നോക്കുക. 4.5 ഉം 4.5 ഉം എത്രയാണ്? 9 ഓം ആണ്. 7 ഓമും 2 ഓമും 9 ആണ്. 4 ഓം 5 ഓം 9 ആണ്. 3 ഓം 6 ഓം എല്ലാം എന്താണ്? 9. എല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 9 ഓം കിട്ടും. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അപ്പൊ നമ്മൾ ഇത് കൂടെ ഉപയോഗിക്കണം അല്ലെ. അപ്പൊ R1 R2 ഡിവൈഡ് ബൈ R1 പ്ലസ് R2 ഇസ് ഈക്വൽ ടു 2 ഓം. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റും R1 പ്ലസ് R2 ഇസ് ഈക്വൽ ടു 9 ഓം തന്നിട്ടുണ്ട്. അപ്പൊ R1 R2 ഡിവൈഡ് ബൈ 9 ഇസ് ഈക്വൽ ടു നമുക്ക് 2 ഓം കിട്ടി. അങ്ങനെയാണെങ്കിൽ R1 R2 ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു 9 എത്ര കിട്ടുക? R1 R2 ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു 9 എന്ന് പറഞ്ഞാൽ 18 ഓം. 18 ഓം കിട്ടും. രണ്ടും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 18 ഓമും കിട്ടണം. രണ്ടും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 9 ഓം കിട്ടണം. രണ്ടും മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 18 ഓം കിട്ടണം. അങ്ങനെയുള്ള റെസിസ്റ്റേഴ്സ് നോക്കുക. അപ്പൊ 4.5 ഇൻറ്റു 4.5 നമുക്ക് 18 കിട്ടുമോ? ഇല്ല. 7 ഇൻറ്റു 2 14, 4 ഇൻറ്റു 5 എത്രയാണ്? 20. അത് കിട്ടില്ല. പിന്നെ 3 ഇൻറ്റു 6 അത്ര കിട്ടുക? 3 ഇൻറ്റു 6 ഇസ് ഈക്വൽ ടു 18. അപ്പൊ ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 9 കിട്ടുന്നുണ്ട്, മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 18 ഓം കിട്ടുന്നുണ്ട്. അപ്പൊ നമ്മളെന്ത് ചെയ്തിരിക്കുന്നത്? ഇവിടെ R1 R2 9 ആണ്. അപ്പൊ ഇവിടെ അതായത് പാരലിനെ നമ്മൾ സീരീസ് കൊണ്ട് ആ സീരീസ് റിസൾട്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ കിട്ടുന്ന റിസൾട്ട് ആണ് ഇവിടെ കിട്ടുന്നത്. അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു 18 ഓം കിട്ടുന്നത് എന്താണ്? 6 ഇൻറ്റു 3. അപ്പൊ ആൻസർ എന്താണ്? ഡി ആണ്. ഓക്കെ, അപ്പൊ ഒന്നുകൂടി ഞാൻ പറയാം. ഇപ്പൊ രണ്ട് റെസിസ്റ്റൻസും സീരീസ് ആയിട്ട് കണക്ട് ചെയ്തപ്പോ 9 ഉം പാരലായിട്ട് കണക്ട് ചെയ്തപ്പോ 2 ഉം കിട്ടി. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഡയറക്റ്റ് ഇങ്ങനെ ചെയ്യാൻ പോണ്ട. 9 ഇൻറ്റു രണ്ടും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 9 കിട്ടുന്ന ഏതാണെന്ന് ചെക്ക് ചെയ്യാം. അങ്ങനെ ഉണ്ടെങ്കിൽ ഏതാണെന്ന് വെച്ചാൽ ചൂസ് ചെയ്യാം. അല്ലെങ്കിൽ എന്താണ്? ഈ 9 ഇൻറ്റു 2 മൾട്ടിപ്ലൈ ചെയ്യുക. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? 18 ഓം. ആ 18 കിട്ടുന്ന ഏതാണോ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ അത് തിരഞ്ഞെടുക്കുക കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ ഡി ആയിരിക്കും ഇതിന്റെ കറക്റ്റ് ആൻസർ. ഇനി നമ്മൾ പഠിക്കുന്നത് സ്റ്റാർ ടു ഡെൽറ്റയും ഡെൽറ്റ ടു സ്റ്റാർ കൺവേർഷൻ. അപ്പോൾ ചില സർക്യൂട്ടിനകത്ത് നമുക്ക് സോൾവ് ചെയ്യേണ്ടി വരും. അങ്ങനെ ആകുമ്പോൾ അതിനകത്ത് ചിലപ്പോൾ സ്റ്റാർ ആയിരിക്കും. ആ സ്റ്റാറിനെ വെച്ച് നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ആർ ഈക്വലന്റ് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള കേസിനകത്ത് നമ്മൾ സ്റ്റാറിനെ ഡെൽറ്റയിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടി വരും. അതേപോലെ തന്നെ ചില സമയത്ത് ഡെൽറ്റനെ സ്റ്റാറിലേക്ക് കൺവേർട്ട് ചെയ്താൽ മാത്രമേ അതിന്റെ ഈക്വലന്റ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഈ സ്റ്റാർ ഇതാണ് സ്റ്റാർ ഫോമുള്ള റെസിസ്റ്റർ അല്ലെ. ഇതാണ് സ്റ്റാർ. ഓക്കെ, സ്റ്റാർ. അപ്പൊ R1 R2 R3 എന്ന് പറയുന്ന റെസിസ്റ്റേഴ്സ് ആണ് നമ്മളിവിടെ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. ഇതാണ് നമ്മളെ ഡെൽറ്റ എന്ന് പറയുന്ന ഫോമാറ്റ്. ഡെൽറ്റ ഇവിടെ RA RB RC ഉണ്ട്. അപ്പൊ ഞാൻ ആദ്യം ചെയ്യുന്നത് പറഞ്ഞാല് ഡെൽറ്റ ടു സ്റ്റാർ, ഡെൽറ്റ ടു സ്റ്റാർ, ഡെൽറ്റ ടു സ്റ്റാർ കൺവേർഷൻ. ഓക്കെ, അതിനു വേണ്ടിയിട്ട് ഇതാണ് തോന്നുന്നത് നമ്മള് ഡെൽറ്റ എന്ന് പറയുന്ന നെറ്റ്വർക്ക്. അതിന് ഇടയിൽ നമ്മൾ എന്ത് ചെയ്യും? സ്റ്റാർ നെറ്റ്വർക്ക് വരച്ചിരിക്കുക. എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഇതിനെ ഈ 3 റെസിസ്റ്റർ RA RB RCനെ ഈ ഒരു ഫോർമാറ്റിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യുക, സ്റ്റാറിലേക്ക് കൺവേർട്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ R1 എന്ന് പറയുന്ന റെസിസ്റ്റർ എന്താണ്? ഇവിടെ ഉള്ളത്. അത് ഏതിനിടയിലുള്ള RAക്കും RBക്കും ഇടയിലാണുള്ളത്. അങ്ങനെയാണെങ്കിൽ R1 ഇസ് ഈക്വൽ ടു ആ രണ്ട് റെസിസ്റ്റൻസ്, അതായത് RA RB രണ്ടും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. പിന്നെ എന്താണ്? ടോട്ടൽ റെസിസ്റ്റൻസ് RA പ്ലസ് RB പ്ലസ് RC. ഓക്കെ,
അപ്പൊ R1 കണ്ടുപിടിക്കാൻ വേണ്ടിട്ട് ഇത് രണ്ടും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, ഈ 3 റെസിസ്റ്റൻസ് തമ്മിൽ ആഡ് ചെയ്തിട്ട് ഡിവൈഡ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ R2 is equal to R2 എവിടെയുള്ളത്? RBക്കും RCക്കും ഇടയിലാണ്. അങ്ങനെയാണെങ്കിൽ അതെന്ത് എഴുതും നമ്മള്? RB RC ഡിവൈഡ് ബൈ എന്താണ്? RA പ്ലസ് RB പ്ലസ് RC. ഈ ഡിനോമിനേറ്റർ ഫാക്ടർ വ്യത്യാസമല്ല, 3 ആഡ്. അങ്ങനെയാണെങ്കിൽ R3 എന്ന് പറയുന്നത് എന്തായിരിക്കും? R3 എവിടെയുള്ളത്? RAക്കും RCക്കും ഇടയിലാണ്. അപ്പൊ RA RC ഡിവൈഡ് ബൈ എന്താണ്? RA പ്ലസ് RB പ്ലസ് RC. ഓക്കെ, നിങ്ങൾ ഇങ്ങനെ RA RB എന്നൊന്നും പഠിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ നോക്കുക എന്താണ്? R1 ഇത് ഏതിന്റെ ഇടയിലാണുള്ളത് നോക്കുക. R1 എന്തിനാണ്? RAക്കും RBക്കും ഇടയിലാണ്. ഓക്കെ, ഇതാണ് ഡെൽറ്റ ടു സ്റ്റാർ. ഇനി അടുത്ത് നമുക്ക് എന്ത് ചെയ്യണം? സ്റ്റാർ ടു ഡെൽറ്റ. സ്റ്റാർ ടു ഡെൽറ്റ കൺവേർഷൻ. അപ്പൊ നമുക്ക് എന്താണ്? RA കണ്ടുപിടിക്കണം. അതായത് നമുക്ക് സ്റ്റാർ ആണ് തന്നിരിക്കുന്നത്, അതിന് പകരം നമ്മൾ എന്ത് ചെയ്യണം? അതിനെ RA കണ്ടുപിടിക്കണം. ഓക്കെ, ഡെൽറ്റ കണ്ടുപിടിക്കും. RA is equal to RA എവിടെയുള്ളത്? R1ഉം R3ക്കും ഇടയിലാണ്. അപ്പൊ അതെന്തായിരിക്കും? R1 പ്ലസ് R3 പ്ലസ് R1 R3 ഡിവൈഡ് ബൈ എന്താണ്? R2. എന്ന് പറഞ്ഞാല് RA R1ഉം R3ക്കും ഇടയിലാണുള്ളത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു? R1 പ്ലസ് R3 പിന്നെ അത് രണ്ടും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തു. R1 R3 ഡിവൈഡ് ബൈ പിന്നെ എന്താണ്? R2 ആണ് അതിനിടയിലുള്ളത്. അങ്ങനെയാണെങ്കിൽ RB is equal to RB എന്ന് പറയുന്നത് എന്താണ്? R1ഉം R2നും ഇടയിലാണ്. അപ്പൊ R1 പ്ലസ് R2 ഇനി അത് രണ്ടും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. R1 R2 ഡിവൈഡ് ബൈ ഇതിന് ഇടയിലില്ലാത്ത R3. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? R3. അതേപോലെ തന്നെ RC is equal to RC എന്താണ്? R2നും R3ക്കും. R2 പ്ലസ് R3 പ്ലസ് R2 R3 ഡിവൈഡ് ബൈ എന്തായിരിക്കും? R1. ഇതാണ് നമ്മള് സ്റ്റാർ ടു ഡെൽറ്റ. ചില സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? ഈ R2 എന്ന് പറയുന്നത് LCM എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ RA എന്തായിട്ട് മാറും? RA is equal to R2 LCM എടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും? R2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. R1 R2 പ്ലസ് R3 R2 പ്ലസ് R1 R3 ഡിവൈഡ് ബൈ R2 അല്ലെ? അപ്പൊ എന്തായിരുന്നു നമ്മൾ ചെയ്തിരിക്കുന്നത്? ഇവിടെ RA അല്ലേ കണ്ടുപിടിക്കുന്നത്. അപ്പൊ R1 R2 പ്ലസ് R1 R3 പ്ലസ് R2 R3 ഡിവൈഡ് ബൈ R2. അങ്ങനെ നമുക്ക് ഇതിനെ കണ്ടുപിടിച്ച് എഴുതാൻ പറ്റും. ഇത് നിങ്ങൾ ഓർത്ത് വെക്കുക.